എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിലുണ്ടായതെന്ന് CPMന്റെ മുതിർന്ന നേതാവ് A. വിജയരാഘവൻ ഇപ്പോഴും പറയുന്നു. തീർച്ചയായും ഇപ്പോൾ ഒരു പരിശോധന നിർബന്ധമാണ്. മണ്ഡലത്തിലെ ജനങ്ങളുടെ മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലാത്തപക്ഷം തോൽക്കുമെന്ന് ഭീഷണി മുഴക്കുക, ഇവയെല്ലാം കേരളത്തിൽ ചിലരുടെ ഹോബിയാണ്. എന്നാൽ എല്ലാ സമവാക്യങ്ങളും തകർത്തെറിഞ്ഞ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. സംഘപരിവാർ പാളയത്തിൽ നിന്നും വന്നയാളാണ് സന്ദീപ് വാര്യർ. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായി നിന്ന ആൾ. കോൺഗ്രസിൽ അംഗത്വമെടുത്ത സന്ദീപ് വാര്യർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു പാർട്ടിക്കുള്ളിൽ ഞാൻ വീർപ്പുമുട്ടുകയായിരുന്നു. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാനാവില്ല എന്ന പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് താൻ. ഇനി സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് തന്റെ തീരുമാനമെന്നും അന്ന് സന്ദീപ് പറഞ്ഞു. പിന്നീട് വാക്കിലും പ്രവൃത്തിയിലും ആകെ മാറിയ സന്ദീപ് വാര്യർ നാം കണ്ടു. ഇതാ തൃക്കരിപ്പൂരിൽ VP മുസ്തഫയെ പരാജയപ്പെടുത്തി സന്ദീപ് വാര്യർ നിൽക്കുമ്പോൾ എല്ലാവിധ മുൻവിധികൾക്കും അപ്പുറത്താണ് കേരളമെന്ന് പറയാതെ പറയുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയേറെ സവിശേഷതകളുള്ള മറ്റൊരു ജനവിധി ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. 2% ക്രൈസ്തവ വോട്ടർമാരുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ തവനൂരിൽ KT ജലീലിന്റെ പരാജയവും VS ജോയിയുടെ ഉജ്ജ്വല വിജയവും കേവലം ഒരു സീറ്റ് മാത്രമല്ല, അതൊരു നാടിന്റെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടമായിരുന്നു. മലപ്പുറത്തിന്റെ മതേതര മണ്ണിൽ വർഗീയതയുടെ വിത്തുപാകാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് തവനൂർ നൽകിയത് ജനാധിപത്യത്തിലൂടെയുള്ള അടി. മണ്ഡലത്തിൽ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് തങ്ങൾക്കെതിരെ ഉയർന്ന വിവേചനപരമായ ആരോപണങ്ങളെ മലപ്പുറം കടലിലെറിഞ്ഞു. ജില്ല ഒന്നടങ്കം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നിലയുറപ്പിച്ചപ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾ മുന്നിൽ കണ്ട് അതിനെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങിയ ജലീലിന് മലപ്പുറത്തിന്റെ മതേതര വോട്ടർമാർ നൽകിയ ഈ ശിക്ഷ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാഠപുസ്തകമാണ്. ഗൗമിലെ കുട്ടി എന്ന വിശേഷം ചാർത്തിക്കൊടുത്ത് ഫാത്തിമ തഹ്ലിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചവർക്ക് പേരാമ്പ്ര ചുട്ട മറുപടി നൽകി. നിർണായ ക്രൈസ്തവ വോട്ടുള്ള തിരുവമ്പാടിയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന് നിർദ്ദേശിച്ചവരുണ്ട്. അവർക്ക് മുമ്പിൽ UDF സ്ഥാനാർത്ഥി CK കാസിം വിജയിച്ചു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഗുരുവായൂരിൽ മുസ്ലിം ജയിക്കുന്നത് ഗുരുവായൂരപ്പന് ഇഷ്ടമാവില്ലെന്ന് വരെ പറഞ്ഞ് വോട്ട് തട്ടാനിരുന്ന ഗോപാലകൃഷ്ണനെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ്. ജയിച്ചത് NK അക്ബർ. കൊച്ചി പിടിച്ചെടുത്ത ഷിയാസ് നൽകുന്നത് മതേതര പാഠമാണ്. അതാണ് മതേതര കേരളം. ഇനിയും ഉദാഹരണങ്ങൾ ഉണ്ടാകും. സന്ദേശം വളരെ കൃത്യമാണ്. വിഭജന രാഷ്ട്രീയത്തോട് സമരസപ്പെടാൻ തൽക്കാലം കേരളത്തിന് മനസ്സിൽ നിന്ന് തന്നെയാണ്.